സെയിൻറ്റ് ജോസഫ് എന്നാണ്. കോട്ടയം ജില്ലയിലെ ആർപ്പൂക്കര കരയിലാണ് എൻ്റെ താമസവും എൻ്റെ കുടുംബമെല്ലാം. 1998 ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി വേർതിരിയുവാനിടയായി. തുടർന്ന് പ്രാർത്ഥനയോടുകൂടെ അതേ ഭവനത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് തന്ന വലിയ ദൈവിക ദർശന പ്രകാരം ആലോചന പ്രകാരം ഒരു ദിവസം രാത്രികൾ ദൈവാത്മാവ് സംസാരിക്കാനിടയായി. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനയുടെ ആലയം എന്ന് വിളിക്കപ്പെടും. ഈ വചനം എന്നെ ഓർമ്മപ്പെടുത്തി ആർപ്പൂക്കര മെഡിക്കൽ കോളേജിന് അടുത്തായിട്ട് ഒരു പ്രെയർ സെന്റർ ഉണ്ടാകുന്നതിനെ കുറിച്ചും തുടർന്ന് ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ചും ദൈവാത്മാവ് വ്യക്തമായി ആലോചന പറയുവാനിടയായി. അങ്ങനെ 1998 ആത്മീയ മിനിസ്ട്രീസ് എന്ന പേരിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. തുടർന്നുള്ള നാളുകളിലെ പ്രാർത്ഥനയും ദൈവിക പ്രവർത്തനങ്ങൾ മുഖേന അനേകം ദേശത്തിന്റെ നടുവിൽ നിന്ന് കടന്നു വന്ന് രക്ഷിക്കപ്പെടുവാൻ, അതെ നാനാവിധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ അത്ഭുത രോഗസൗഖ്യം പ്രാപിക്കുവാൻ, ദൈസ്വാമിക ബന്ധനത്തിൽ കിടക്കുന്നവർ വിടുതൽ പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ കാണുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം കൃപ ചെയ്തു. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നാളുകളിൽ മെഡിക്കൽ കോളേജിനടുത്തായിട്ട് പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് അല്പ സ്ഥലം വാങ്ങിക്കുന്നതിനും തുടർന്ന് ഒരു പ്രാർത്ഥന ആലയം അവിടെ ഉണ്ടാകുന്നതിനും സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു. ആദ്യം അത് ടെമ്പററി ആയിട്ട് വെച്ചു. തുടർന്ന് 2003 മനോഹരമായ ഒരു ആലയം ഇവിടെ പണിയുന്നതിന് വലിയവനായ ദൈവം കൃപ ചെയ്തു. ഇപ്പോൾ ആലയത്തിൽ ഞായറാഴ്ച തോറുമുള്ള സഭായോഗങ്ങളിൽ ഏകദേശം 150ഓളം ജനം ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കടന്നു വന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല കുറച്ച് കാലഘട്ടത്തിന് മുമ്പ് ദൈവാത്മാവ് ഞാൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് തരുവാനിടയായി. രക്ഷിക്കപ്പെട്ട നാളിലെ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് മാതാപിതാക്കളെ വിട്ടു, വസ്തുത വിട്ടു കർത്താവിന് വേണ്ടി വേർതിരിയുവാനിടയായതുകൊണ്ട് ദൈവാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി. അനാഥര വിധവകളുടെ രോഗികളായിരിക്കുന്ന അനേകർക്ക് നീ ആശ്വാസമായി തീരണം. അവർക്ക് താമസിക്കുന്നതിനും ആശ്വാസം ലഭിക്കുന്നതിനും ഒരു ആശ്വാസ ഭവൻ ഉണ്ടാകുന്നതിനെ കുറിച്ച് ദൈവാത്മാവ് വ്യക്തമായ ദർശനം ആലോചന തരുവാനിടയായി. അതിനുവേണ്ടി ഏകദേശം 5.5 വർഷക്കാലം പ്രാർത്ഥിച്ചു. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ട് അതിനു വേണ്ടി ഒരു കെട്ടിടം ദൈവാത്മാവ് എന്നെ കാണിക്കുകയും തുടർന്ന് ഞങ്ങൾ അതിനെ ബന്ധപ്പെട്ട് ഭവനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ആ വാടക ഭവനത്തിൽ ആശ്വാസം എന്ന പ്രവർത്തനങ്ങൾ 2002 ആരംഭിക്കുന്നതിനും സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചു. എന്നോട് ചേർന്ന് വീട്ടിൽ നിൽക്കുവാൻ, വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് വീട്ടിൽ പ്രതികൂലങ്ങൾ കാരണം താമസിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മച്ചിമാരും അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരും ഇപ്പോൾ ആശ്വാസഭവനിൽ താമസിച്ച് അവിടുത്തെ ചെയ്യുമ്പോഴെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവാത്മാവ് തന്ന കാഴ്ചപ്പാടാണ്. ഇവർ താമസിക്കുക മാത്രമല്ല 24 മണിക്കൂറും നിരന്തരമായ ചെയ്യും പ്രയർ നടക്കണമെന്ന് ദൈവാത്മാവ് തന്ന ആലോചനയാണ്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയെല്ലാം വളരെ ക്രമീകരണത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ദിനംതോറും ഹോസ്പിറ്റലിൽ വിസിറ്റിങ്, അതുപോലെ ഭവന സന്ദർശനങ്ങൾ, മറ്റിടങ്ങളിലുള്ളതായ കൂട്ടായ്മ, അതിന്റെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം നാടിതുവരെയും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ചേർന്ന് എന്നെ കൂട്ടു സഹോദരന്മാരുണ്ട്. ദൈവത്തിന്റെ ദാസന്മാരെ ഓർത്ത്, ദൈവത്തിന്റെ ദാസിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ എന്നോട് ചേർന്ന് 16 പൂർണ്ണ സമയ ദൈവവേലക്കാരനോട് ചേർന്നുണ്ട്. അവർ വളരെ ആത്മാർത്ഥതയോടെ, വളരെ വിശ്വസ്തയോടെ കർത്താവിനെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രം ദൈവാത്മാവ് ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് വലിയ ആലോചനകൾ, വലിയ ദർശനങ്ങൾ, അത് എനിക്ക് മാത്രമല്ല കൂടെയുള്ള കൂട്ടു ദൈവത്തിന്റെ ദാസന്മാർക്ക് വലിയ ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആത്മചൈതന്യ മിനിസ്ട്രിയോസുള്ള ബന്ധത്തിൽ വലിയ ആലോചനകളാണ് ദൈവാത്മാവ് തന്നിരിക്കുന്നത്. സ്വതന്ത്രം മെഡിക്കൽ കോളേജിനടുത്ത് ഹോസ്പിറ്റലിനോടുള്ള ബന്ധത്തിൽ ഉള്ള പ്രവർത്തനങ്ങളെ എല്ലാം വിപുലമായിട്ട് തുടർന്നും നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആശ്വാസവാനോടുള്ള ബന്ധത്തിൽ ഇതുവരെ വാടക ഭവനത്തിലാണ് അവര് പാർക്കുകയും അതിന്റെ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നത്. സ്വന്തമായി സ്ഥലം ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ സ്ഥലം വാങ്ങിക്കണമെന്ന്
ദൈവാത്മാവിന് വ്യക്തമായ ആലോചന പറഞ്ഞിട്ടുണ്ട്. അതേ സ്ഥലം വേർതിരിച്ചു തരുമെന്ന് അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്ഥലം ലഭിച്ചാൽ ദൈവിക പ്ലാനിൽപ്പെടുന്ന ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടാവുകയും തുടർന്ന് സ്വന്തം ചിൽഡ്രൻസിനും അതുപോലെ വിഡോസിനും അതുപോലെ ഓൾഡ് ഏജസിനും അങ്ങനെ ഓരോ വിങ്ങായിട്ട് തന്നെ അവരെ അർപ്പിച്ചുകൊണ്ട് വലിയ വിശാലമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ ഞാൻ കടന്നു പോകുമ്പോൾ സ്വന്തം വളരെ സാധുക്കളായിരിക്കുന്ന സ്വന്തം പല ദൈവജനത്തെയും മറ്റുള്ളവരെയും കാണുവാനിടയായിട്ടുണ്ട്. അവരുടെ മരണാനന്തരം അത് ഡെഡ് ബോഡി വന്ന ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ പോലും വളരെ പ്രയാസപ്പെടുന്ന അഥവാ ഡിസ്ചാർജ് ചെയ്ത ഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ ഡിസ്ചാർജിന് പോലും നിവൃത്തിയില്ലാത്ത പല രോഗികളെയും കാണുവാൻ ഒക്കെ ഇടയായിട്ടുണ്ടാകുമ്പോൾ ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ആലോചന പറഞ്ഞിട്ടുണ്ട്, നീ ഇവരെ സഹായിക്കണം. അതിനുവേണ്ടി വാഹനം എന്നോട് ദൈവാത്മാവ് പറഞ്ഞത് എങ്ങനെയാണ്? അത് മിനിമം 4 വാഹനങ്ങളെങ്കിലും തരുമെന്ന് ദൈവാത്മാവ് പ്രവചന ദൂതിൽ പറഞ്ഞിട്ടുണ്ട്. അതേ വിശ്വാസത്തോടെ അതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം തക്ക സമയത്ത് വാഹനങ്ങൾ ഒരുക്കും. സ്വന്തം അങ്ങനെ ആവുമ്പോൾ അത് ലഭിക്കുമ്പോൾ ഇതുപോലെ സാധുക്കളായിരിക്കുന്ന രോഗികളെ അവരുടെ ഭവനത്തിൽ എത്തിക്കുന്നതിനും ഒരുപക്ഷെ ഡെഡ് ബോഡി ആണെങ്കിൽ അത് അവരുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതിനൊക്കെയുള്ള കാര്യങ്ങൾ അത് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പോർഷനിൽ അത് കൊടുത്തിരിക്കുന്നതായ ഈ 13 കൂട്ടം കാര്യങ്ങളിൽ സ്വന്തം അതിന്റെ 13ാമത്തെ ഐറ്റമാണ് ആത്മചൈതന്യ ട്രാവലിംഗ് സർവീസ് എന്ന് പറയുന്നത്. ദൈവാത്മാവ് തന്നതാണ് ഈ 13 കൂട്ടം കാര്യങ്ങൾ. അതിനുവേണ്ടി നിരന്തരമായി ഇതിലൊന്നും മാനുഷികമായ ബുദ്ധിയിൽ ആലോചനയിൽ വന്ന കാര്യങ്ങളെല്ലാം സഭയാസമയങ്ങളിൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി തന്ന ദർശനങ്ങളും ആലോചനകളുമാണ്. അതിനുവേണ്ടി അത് നിരന്തരമായി അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ മാസം ആലയത്തിൽ നടന്നതായ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ മറ്റൊരു ദൈവദാസൻ കടന്നു വന്നു. ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൽ പ്രവചന ദൂത് പറയുവാനിടയായി. ഏകദേശം 7-8 വർഷങ്ങളായി അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങൾക്കെല്ലാം ഞാൻ മറുപടി തന്നു മാനിക്കും. വിശാലമായ ഒരു പ്രവർത്തനത്തിലേക്ക് അത് ഞാൻ നിങ്ങളെ നടത്താൻ പോവുകയാണെന്ന് ദൈവാത്മാവ് പറഞ്ഞു. അത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സമയങ്ങളിൽ വലിയവനായ ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ, ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച, ഇത്രത്തോളം ആത്മാക്കളെ കൂട്ടിവരുത്തിയ, ഇത്രത്തോളം ദൈവപ്രവർത്തികളെ ചെയ്ത വലിയവനായ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു ആലോചന പോലും മാറിപ്പോകാതെ സമയാസമയങ്ങളിൽ നിവൃത്തി നടക്കും. അത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനായി എൻ്റെ ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരുവചനത്തിൽ ഒരിക്കൽ ദൈവാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി. വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം 1 കൊരിന്ത്യർ അതിന്റെ 9-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് അല്ലെങ്കിൽ അത് സുവിശേഷ നിമിത്തം ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ തിരുവചന പ്രകാരം അല്ലെങ്കിൽ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ ദൈവത്തെ ശരണപ്പെടുകയാണ്. തിരുവചനത്തിൽ അത് സത്യവചനം ദുർബല വചനം ഉള്ളതുപോലെ തന്നെ സ്ഥാപിക്കുന്നതിനും ആ നിലകളിൽ ദൈവവചനപ്രകാരം മുൻപോട്ട് പോകുന്നതിനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പറഞ്ഞതുപോലെ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ടവരായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്വതന്ത്രം അല്ലെങ്കിൽ ഇത്രത്തോളം നടത്തിയ കർത്താവിൽ നിന്ന് ഞങ്ങൾ നന്ദിയോടെ ആയിരിക്കുന്നു. തുടർന്ന് നിങ്ങളുടെയും പ്രാർത്ഥന ഈ അവസരത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിന് നിങ്ങളുടെയും സഹകരണവും പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വരുന്നു.